നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പുതുക്കാട് ബാറിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ സോഡ കുപ്പികൊണ്ട് യുവാവിന്റെ തലക്കിടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിളവൻ പറമ്പിൽ 33 വയസ്സുള്ള ദിനേശാണ് അറസ്റ്റിലായത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംയുക്തമായി രോഗി ബന്ധു സംഗമം പരിപാടി സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പനംകുളം DMLP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ അതിഗംഭീരമായി ആഘോഷിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക റീജ കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് ബാറിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ സോഡ കുപ്പികൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിളവൻ പറമ്പിൽ 33 വയസ്സുള്ള ദിനേശാണ് അറസ്റ്റിലായത്. ചുങ്കം കനാൽ പരിസരത്ത് താമസിക്കുന്ന കാളൻ വീട്ടിൽ 36 വയസ്സുള്ള ജിയോയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിയോ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംയുക്തമായി രോഗി ബന്ധു സംഗമം പരിപാടി സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് കെയർ പരിപാടിയുടെ ഭാഗമായി നടന്ന പരിപാടി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, മെമ്പർമാരായ സുനിൽ ചാണാശ്ശേരി, ഗീത ശ്രീധരൻ, KA പ്രദീപ്, ശ്രീജിത്ത് NB, രമണി നന്ദകുമാർ, ഇന്ദിര ജയകുമാർ, ഡോക്ടർ ആര്യ വിജയകുമാർ, ഡോക്ടർ ജിസ്മി ജിഷ്ണു, ഗിരിജ ദേവദാസ്, സുരേഷ് തോമസ്, ഉമാ നന്ദകുമാർ, അംബുജം മിനി, പഞ്ചായത്ത് സെക്രട്ടറി N പ്രദീപ് കുമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുടെ അവതരണവും സമ്മാന വിതരണവും നടന്നു. പനംകുളം DMLP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ അതിഗംഭീരമായി ആഘോഷിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക റീജ കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി. ചടങ്ങിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള നാടക അവതരണം, ക്രിസ്തുമസ് ഗാനാലാപനം തുടങ്ങി വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. ക്ലാസ് മുറികളിൽ സമ്മാനങ്ങൾ കൈമാറിയും കേക്ക് കഴിച്ചും പുൽക്കൂടൊരുക്കിയും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പഴുവിൽ ഫൊറോന മാതൃവേദിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം 2024 സംഘടിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. ചെറൂർ വിഭാഗത്തിന്റെ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ഒരു കുടുംബത്തെ മുന്നോട്ടെങ്ങനെ നയിക്കാം എന്നതിനെപ്പറ്റി ക്ലാസ് നടത്തി. തൃശൂർ അതിരൂപത മാതൃവേദി ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ ഡെന്നി താണിക്കൽ രാവിലെ നടന്ന കൃതജ്ഞതാ സമൂഹ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴുവിൽ ഫൊറോന വികാരി വെരിഫൈഡ് റവറൻഡ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, മറ്റു പള്ളികളിലെ അച്ഛന്മാർ എന്നിവർ നേതൃത്വം നൽകി. മാതൃസംഗമത്തിൽ പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ്, തൃശൂർ അതിരൂപത മാതൃവേദി പ്രസിഡന്റ് LC വിൻസെന്റ്, ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോൺസൺ കുണ്ടുകുളം, ചേർപ്പ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, ചേർപ്പ് യൂണിറ്റ് എനിമേറ്റർ റഫറൻഡ് C പ്രിൻസി FCC, സെക്രട്ടറി ബീന ജോസ്, ട്രഷറർ സൗജ്യ ജോഷി, ചേർപ്പ് മാതൃവേദി യൂണിറ്റ് സെക്രട്ടറി റിൻസിൻ സ്റ്റെലോൺ എന്നിവർ സംസാരിച്ചു. ഫൊറോന മുൻ മാതൃവേദി ഭാരവാഹികളായ പ്രസിഡന്റ് ഷാലി ജഗൻ, സെക്രട്ടറി സിജ ആന്റോ, ട്രഷറർ മേജി തോമസ്, അടുക്കളത്തോട്ടം കർഷക മേരി വിൻസെന്റ് എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. 2021-24 ബെസ്റ്റ് മാതൃവേദി യൂണിറ്റിനുള്ള അവാർഡ് പുത്തൻപീടിക ഇടവകയ്ക്ക് സമ്മാനിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വലപ്പാട് കോതക്കുളത്തും കയ്പമംഗലം മണ്ഡലത്തിലെ കയ്പമംഗലത്തും മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണം സംബന്ധിച്ചുള്ള സർക്കാർ ഉന്നതതല യോഗം ചേർന്നു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ യോഗത്തിൽ നാട്ടിക MLA CC മുകുന്ദൻ, കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ, സംസ്ഥാന തലത്തിലുള്ള ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
കയ്പമംഗലത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 2013 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികളുടെ ഭാഗമായി പെർമനന്റ് പോയിന്റുകൾ, ടോപ്പോഗ്രാഫിക് സർവേ, സൗണ്ടിംഗ് എന്നിവ പൂർത്തീകരിച്ചു. 2022 CC മുകുന്ദൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ വലപ്പാട് കോതകുളത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 68 ലക്ഷം രൂപ ഉൾപ്പെടുത്തുകയും 27 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്ത് തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ചേറ്റുവ ഹാർബർ മാത്രമാണുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലായി ഫിഷറീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഇരു സ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു. ഇരു പ്രദേശവും തമ്മിൽ 9 കിലോമീറ്റർ ദൂരമുള്ളതുകൊണ്ട് രണ്ട് പ്രദേശത്തും ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സർക്കാരിലേക്ക് നൽകാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷണർ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ 8ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 15 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിക്കും. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ, തൃശൂർ ജില്ലാ സെക്രട്ടറി മാർട്ടിൻ TK, ട്രഷറർ പ്രശാന്ത് മോഹൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബു AJ, ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. രാജൻ അവർക്കാണ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അവാർഡ് ദാനം മുൻ മന്ത്രി സുനിൽ കുമാർ സാർ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മളുടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട SN ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ DSP TK ഷൈജു സാറാണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും അവിടെ 60ഓളം മെമ്പർമാർക്ക് 60ഓളം ബോഡി നിലവിൽ കെടുത്താനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൽ നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് 60ഓളം മൃതദേഹങ്ങൾ സജ്ജീകരിക്കാനുള്ള താൽക്കാലികമായിട്ടുള്ള മോർച്ചറി വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ സംവിധാനം ആ സമയത്ത് ചെയ്യേണ്ടായിരുന്നു. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് തൃശൂർ SC/ST കോടതി ഉത്തരവിട്ടു. ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. ഇതിനെതിരെ വിനായകന്റെ പിതാവും SC/ST മുന്നണിയും നൽകിയ ഹർജിയിലാണ് നടപടി. പോലീസുകാർ മർദ്ദിച്ചിരുന്നതായി തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ആദ്യം കുറ്റസമ്മതം സമർപ്പിച്ചിരുന്നു. പാവറട്ടി സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്ന ശ്രീജിത്ത്, സാജൻ എന്നിവർ വിനായകരെ മർദ്ദിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, മർദ്ദനം, ഭീഷണിപ്പെടുത്തൽ, പട്ടികജാതി വർഗ അതിക്രമം തടയൽ, നിയമം ലംഘിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ആരോപണ വിധേയരായ പോലീസുകാരെ സസ്പെൻഡും ചെയ്തിരുന്നു. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. ഇതിനെതിരെ വിനായകന്റെ പിതാവും SC/ST മുന്നണിയും നൽകിയ ഹർജിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് തൃശൂർ SC/ST കോടതി ഉത്തരവിട്ടത്. 2017 ജൂലൈ 17 വിനായകനെ പാവറട്ടിയിൽ സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ മാലമോഷണം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത്. പിന്നീട് മുടി മുറിക്കണം എന്ന് നിർദ്ദേശിച്ച് പിതാവിനൊപ്പം വിട്ടയക്കുകയും ചെയ്തു. അടുത്ത ദിവസം വീടിനുള്ളിൽ വിനായകനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ മർദ്ദനവും അപമാനവും സഹിക്കാൻ വയ്യാതെയാണ് വിനായകൻ ആത്മഹത്യ ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അനധികൃത കൃത്രിമ പാര് നിർമ്മാണം 4 ലക്ഷം പിഴ ചുമത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്. ചേറ്റുവ ബ്ലാങ്ങാട് കടലിന്റെ അടിത്തട്ടിലെ ആവാസ ഇടങ്ങൾ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്, മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും അടങ്ങിയ സംയുക്ത സംഘം 4 ലക്ഷം രൂപ സർക്കാരിലേക്ക് ഈടാക്കി. അർദ്ധരാത്രി ബ്ലാങ്ങാട് ബീച്ചിലും കടലിലും നടത്തിയ ആർട്ടിഫിഷ്യൽ ഫിഷ് ആഗ്രഗേറ്റീവ് ഡിവൈസ് പരിശോധനയിൽ തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 8 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തു. ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ കൃത്രിമ പാര നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വലകൾ കൃത്രിമ പരുകളിൽ കുടുങ്ങി നശിച്ച് വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കാറുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു.
അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെയും കോസ്റ്റൽ സബ് ഇൻസ്പെക്ടർ ലോഫിരാജിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ മത്സ്യബന്ധന യാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാര നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പൊഴിയൂർ സ്വദേശിയുടെ മത്സ്യബന്ധന യാനത്തിൽ നിന്നും നിയമപരമായ അളവിൽ കൂടുതലുള്ള ഹാർബർ മാസ്റ്റർ വലകൾ പിടിച്ചെടുത്തു. FEOമാരായ അശ്വിൻ രാജ്, സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ഷൈബു VM, പ്രശാന്ത് കുമാർ VN, മുനക്കടവ് കോസ്റ്റൽ SI സുമേഷ് ലാൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും സംയുക്ത സംഘത്തിന്റെ രാത്രികാല പരിശോധനകൾ ആഴക്കടലിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കളും കുലഞ്ചികളും കയറ്റിവരുന്ന വാഹനങ്ങൾ പരിശോധിച്ച് കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ പറഞ്ഞു. കേരളത്തിൽ വ്യാപകമായി വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് കോതകുളം സ്വദേശി പൊന്തലവളപ്പിൽ 45 വയസ്സുള്ള ഫാരിജാനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപ്പിന്നിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ നിന്നും 1,98,800 രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ്. കേരളത്തിലെ പല ജില്ലകളിലായി 12ഓളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചുവിറ്റതുമായ കേസുകളിൽ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞുവരുന്ന ഇവരെയാണ് മലമ്പുഴ ഡാമിന് സമീപത്തുള്ള ഒരു റിസോർട്ടിൽ നിന്നും കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണത്തിനൊടുവിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ്, ASI PK നിഷി, ഗ്രേഡ് സീനിയർ CPOമാരായ TS സുനിൽകുമാർ, അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ നഗരത്തിൽ നടുറോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു അഭ്യാസ പ്രകടനം. സ്കേറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ പിടിച്ച് യാത്ര ചെയ്ത യുവാവ് 2 ബസ്സുകൾക്കിടയിലൂടെയും അതിസാഹസികമായി സ്കേറ്റ് ചെയ്ത് ഏറെ ദൂരം സഞ്ചരിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരക്കേറിയ റോഡിൽ യുവാവിന്റെ സ്കേറ്റിംഗ് മറ്റ് യാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന വിധമായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. AR മേനോൻ റോഡ് വഴി നായ്ക്കനാൽ ജംഗ്ഷനിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച യുവാവ് മുനിസിപ്പൽ ഓഫീസ് റോഡ് വഴി ശക്തൻ നഗറിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് സ്ഥലം തുറന്നുകൊടുക്കുന്നതിന്റെയും ഇന്റർലോക്ക് ചെയ്തതിന്റെയും ഉദ്ഘാടനം ഡിസംബർ 15 രാവിലെ 8 മണിക്ക് നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ ഉദ്ഘാടനം നിർവഹിക്കും. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഡിസംബർ 15 ഞായറാഴ്ച ആഘോഷിക്കും. രാത്രി 7 മണിക്ക് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ശാസ്താംപാട്ടിന്റെയും ചിന്തുപാട്ടിന്റെയും അകമ്പടിയോടെ ആനപ്പുറത്തെഴുന്നള്ളിപ്പ് ആരംഭിക്കും. ദേശവിളക്ക് പന്തലിൽ ഭക്തിഗാനമേള നടക്കും. ഭക്തജനങ്ങൾക്ക് പറ നിറയ്ക്കാനും കർപ്പൂര വഴിപാട് നടത്താനും ദേശവിളക്ക് പന്തലിൽ സൗകര്യമുണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പുതുക്കാട് ബാറിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ സോഡ കുപ്പി കൊണ്ട് യുവാവിന്റെ തലക്കിടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിളവൻ പറമ്പിൽ 33 വയസ്സുള്ള ദിനേശാണ് അറസ്റ്റിലായത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംയുക്തമായി രോഗി ബന്ധു സംഗമം പരിപാടി സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
പനംകുളം DMLP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ അതിഗംഭീരമായി ആഘോഷിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക റീജ കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.